Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തിൽ മറയ്ക്കപ്പെട്ടാൽ പിന്നെ പിശാചിനെ കാണാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സെഹിയോൻ കൂട്ടായ്മയിൽ, PDM കൂട്ടായ്മയിൽ, അഭിഷേകാഗ്നി സിസ്റ്റേഴ്സിൻ്റെയും AFCMൻ്റെ ഒക്കെ കൂട്ടായ്മയിൽ നമ്മൾ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. നിങ്ങളെല്ലാവരും പ്രത്യേകം ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദ്യത്തെ ആ ഒരു പ്രാർത്ഥന, അതിനകത്ത് സ്വാഗതവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. എങ്കിലും എക്സ്ട്രാ വല്ലപ്പോഴൊന്ന് സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനാമുഖമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധാത്മാവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഉദ്ധിതനായ ഈശോ മിശിഹ തൻ്റെ ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചു. അഥവാ അവിടുത്തെ കുത്തി തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ഒഴുകിയ ജലം പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രതീകമാണ്. ചില സഭാപിതാക്കന്മാരെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ എന്നെ ഇങ്ങനെ ഒന്ന് സഹായിക്കണം, പരിശുദ്ധാത്മാവേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാനും പറയാനും തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊണ്ടുപോകും. അത് സംശയമില്ല. എനിക്ക് അങ്ങനത്തെ ഒരുപാട് വിശ്വാസമാണ്. ഞാൻ ഓർക്കാണ് കഴിഞ്ഞ നാളുകളിൽ, അതായത് സ്വന്തം അപ്പൻ്റെ ആത്മാവിനെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഒരു ചേട്ടൻ പ്രാർത്ഥന ഞാൻ ഓർക്കാണ്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥന കേട്ടു. പ്രത്യേകമായ വിധത്തിൽ അതെല്ലാം ഒരുക്കിയത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഓർക്കുകയാണ്. ഓർക്ക പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവോട് പറയണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ഒരു ശക്തി മാത്രമല്ല, സഹായകനാണ്, നമ്മുടെ ഉള്ളിലുള്ളതാണ്, നമ്മൾ നയിക്കുന്നതാണ്. ഒരു കോൺസ്റ്റന്റ് കമ്പാനിയൻഷിപ്പ്, ഒരു കുടപ്പറപ്പ്, അതുപോലത്തെ ഒരു ആത്മബന്ധം പരിശുദ്ധാത്മാവുമായിട്ട് വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ അങ്ങനെ ആക്കിയെടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളൊക്കെ ചാടി എഴുന്നേറ്റോ നന്നായിട്ട് നിങ്ങൾ പാട്ട് പാടി പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല 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 ഹല. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവായ ദൈവമേ, അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ധൈര്യപ്പെടുന്നു. അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങുണ്ടല്ലോ, ജ്വലിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ. എന്നിൽ കത്തിപ്പടരണമേ. കൈകളടിച്ച് പരിശുദ്ധാത്മാവേ, മിന്നലൊളിയായി എന്നിൽ വന്ന് പതിക്കണമേ. വലിയ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവേ, നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, മിന്നലൊളിയായി എന്നിൽ വന്ന് പതിക്കണമേ. എന്നിൽ വന്ന് പതിക്കണമേ. എന്നിൽ വന്ന് പതിക്കണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. ഉത്ഥാനത്തിന് ശേഷം അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തിയതുപോലെ, സ്നേഹന്മാരെ ബലപ്പെടുത്തിയതുപോലെ ഞങ്ങൾ ഉണർവ് നൽകണം. കർത്താവ്, കുറച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്, ചില മന്ദതയുണ്ട്, ഭാരങ്ങളുണ്ട്. കർത്താവ്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരുപാട് പലവിചാര പീഡകളുണ്ട്. കർത്താവ്, ബഹുകാര്യ വ്യഗ്രതയുണ്ട്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളിന്ന് ശക്തിപ്പെടുത്തണം, ഞങ്ങളെ സഹായിക്കണം. നന്നായിട്ട് വചനം കേൾക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ, വിടുതൽ പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഒരു സൗഹൃദം, ഏറ്റവും വലിയ കൂട്ടുകാരനാണല്ലോ, സുഹൃത്താണല്ലോ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കുന്നു. അഭിഷേകമേ, ഉദ്ധാനത്തിൽ വെളിപ്പെട്ടൊരഭിഷേകമേ, ഉദ്ധിതനമേശുവിൻ അഭിഷേകമേ, ഉദ്ധാനത്തിൽ വെളിപ്പെട്ടൊരഭിഷേകമേ, സ്ത്രീഹന്മാരെ ഉണർത്തിയ അഭിഷേകമേ,
ആത്മരക്ഷ നൽകുന്നേക അഭിഷേകമേ, നീയന്മാരെ ഉണർത്തിയ അഭിഷേകമേ, ആത്മരക്ഷ നൽകുന്നേക അഭിഷേകമേ, കാലഘട്ടത്തിൽ ആവശ്യമാ അങ്ങേ ശക്തി നൽകണേ. തിന്മതൻ ദിനങ്ങൾക്കെതിരാ അങ്ങേ രാജ്യം വരണേ. കൈകൾ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധമാവേ നിറവുകളായി എന്നിൽ കത്തി പടരണമേ. ദാഹിച്ച് പാടാവോ? പരിശുദ്ധമാവേ പിന്നൊളിയായി എന്നിൽ വന്ന് പതിക്കണമേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധമാവേ നിറവുകളായി എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധമാവേ പിന്നൊളിയായി എന്നിൽ വന്ന് പതിക്കണമേ. സാവൂളിനെ പൗലോസാക്കി മിന്നൽ എന്ന പോലെ പരിശുദ്ധമാവേ നിറവുകളായി എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധമാവേ പിന്നൊളിയായി എന്നിൽ വന്ന് പതിക്കണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല 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 പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന, ഹല 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 ഹല. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അങ്ങനെ ആശ്രയിക്കുന്നു, ഞങ്ങളെങ്ങനെ ശരണപ്പെടുന്നു, ഞങ്ങളെ ബലപ്പെടുത്തുന്നു, ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, കൊടാനെ കൊണ്ട് ദൈവജനത്തിന് പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഓർന്ന് പതിക്കണമേ, വലിയ കൃപകൾ കൊണ്ട് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മന്ദത മാറട്ടെ, അലസത മാറട്ടെ, ക്ഷീണം മാറട്ടെ, രോഗം മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, കുഞ്ഞുങ്ങൾ ഭാവിക്കട്ടെ. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ഹല 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 ഹല. അഭിഷേകത്തിന്റെ ശക്തിയാൽ പൈശാചിക പീഡകൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തിയാൽ തലമുറകളുടെ കെട്ടുകൾ അഴിയും. അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇന്നേ വരെ ഇല്ലാത്തൊരു പുതിയ ഉണർവിൽ ആത്മാവ് നിറയ്ക്കും. ഹല 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 ഹല. പഠിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല. മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം പല ബ്ലോക്കിൽ അകപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വഴി പരിശുദ്ധാത്മാവ് തുറക്കുന്നു. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല 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 ഹല. യേശു ആരാധന ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അവസാന കാലത്തെ മനുഷ്യരുടെ ഒരു പ്രത്യേകത. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവവചനത്തിൽ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തോട് അടുക്കുമ്പോൾ അവസാന കാലഘട്ടത്തിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന പല വ്യത്യാസങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ബൈബിൾ വായിച്ചപ്പോഴോ പ്രസംഗങ്ങൾ കേട്ടപ്പോഴോ അങ്ങനെയൊക്കെയുള്ള ചില വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിച്ചപ്പോഴോ ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടുണ്ടാവും. പകർച്ചവ്യാധികളുണ്ടാകാം, ഭൂകമ്പങ്ങൾ വരാം, അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ക്ഷാമം വരാം, യുദ്ധങ്ങൾ ഉണ്ടാകാം. അങ്ങനത്തെ കാര്യങ്ങൾ ഒരുവിധം നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ കൂടാതെ അവസാന കാലഘട്ടത്തിൽ യുഗാന്ത്യത്തിലേക്ക് ഈ ലോകം കർത്താവ് രണ്ടാമത്തെ ആഗമനത്തിന് ഒരുങ്ങുമ്പോൾ അവസാന കാലഘട്ടത്തെ മനുഷ്യരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സ്വഭാവ സുവിശേഷതകളെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ അതിൻ്റെ സൂചനകളുണ്ട്. ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 2-ാം തിരുവചനം, 2 Timothy chapter 3 verse 2. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദോഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും
വിശുദ്ധി ഇല്ലാത്തവരുമായ മനുഷ്യരുണ്ടാവും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്, ഈ യുഗാന്ത്യത്തോട് അടുക്കുമ്പോൾ അവസാന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവൈക്യത്തിലും കൃപയിലും അനേക ആത്മാക്കൾ ഈശോ രണ്ടാം വരവിന് തന്നത്തെ ലോകത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു ഗണം മനുഷ്യർക്കുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എങ്ങനെയായിട്ട് തീരും? അതിലെല്ലാം ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരെണ്ണം മാത്രം നിങ്ങളെ സ്ക്രീനിൽ നോക്കിക്കോ. അവിടെ പറഞ്ഞിരിക്കുകയാണ് കൃതജ്ഞർ. വിശുദ്ധി ഇല്ലാത്തവരും മനുഷ്യന് തൊട്ട് മുകള് കൃതജ്ഞർ. അങ്ങനത്തെ മനുഷ്യരുണ്ടാവും. അവരൊക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൃതജ്ഞർ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം എന്താ? നന്ദിയില്ലാത്ത മനുഷ്യർ, നന്ദി പറയാത്ത മനുഷ്യർ, നന്ദിയില്ലാത്ത അവസ്ഥയാണ് കൃതജ്ഞത എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോട് നന്ദി പറയാത്ത, മനുഷ്യരോട് നന്ദി കാണിക്കാത്ത ഒരു ഗണം മനുഷ്യർ ഇങ്ങനെ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകളിൽ ഏതെങ്കിലും ഉണ്ടോ എന്നും, ഈ കൃതജ്ഞത എന്നൊരു സ്വഭാവം, നന്ദിയില്ലാത്ത അവസ്ഥ, നന്ദി പറയുന്ന കുറഞ്ഞു പോകുന്നൊരു ജീവിത സാഹചര്യം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കണം. അങ്ങനെ നന്ദിയില്ലാത്ത ഒരവസ്ഥ, നന്ദി പറഞ്ഞത് കുറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയാനകമായ പ്രതിസന്ധികൾ വരും. അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 29-ാം തിരുവചനത്തിലാണ്. ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 16 വേഴ്സ് 29. കൃതജ്ഞന്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽ മഞ്ഞ് പോലെ ഉരുകും, ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൃതജ്ഞൻ, നന്ദിയില്ലാത്തവൻ, നന്ദി പറയാത്തവൻ, നന്ദിയുടെ ജീവിതമില്ലാത്തവൻ, ഒരു സ്തുതിയുടെ ജീവിതം നയിക്കാത്തവൻ, അവൻ്റെ പ്രത്യാശയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്. കൃതജ്ഞന്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽ മഞ്ഞ് പോലെ ഉരുകും, ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ആധ്യാത്മികത നമ്മുടെ ജീവിതത്തിൽ വളർത്തുന്നില്ല എങ്കിൽ നമ്മൾ പ്രത്യാശിക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, മക്കളെക്കുറിച്ചുള്ള സ്വപ്നം, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച്, ബിസിനസ്സെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്ലാനുകൾ, പദ്ധതികൾ നടക്കുമെന്നുള്ള പ്രത്യാശ, ആ പ്രത്യാശ വെയിലുദിക്കുമ്പോൾ മഞ്ഞുരുകുന്നത് പോലെ ഉരുകിപ്പോകും. ഒന്നിനും കൊള്ളാത്ത ജലം പോലെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ പ്രത്യാശിച്ചതെല്ലാം വെള്ളപ്പാച്ചലിൽ ഓരോന്ന് ഒഴുകി പോകുന്നത് പോലെ ഒഴുകിപ്പോകുന്ന ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യാശ എന്ന് പറഞ്ഞാൽ, ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തോളം എത്തുന്ന പ്രത്യാശയാണ്. ഈശോ വരുമെന്നുള്ള പ്രത്യാശ, യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രത്യാശ, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ, നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ അല്ലേ ദൈവികമായ. മറ്റേത് നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള പ്രത്യാശ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം നഷ്ടീഭവിക്കും. അതുകൊണ്ട് നമ്മൾ ധാരാളം നന്ദി പറയണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്. ബൈബിളിൽ തന്നെ ഈശോ അത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ അത് വേണ്ടാന്ന് പറയുന്ന ഒരു പോളിഷ് വാക്കാകാം, പക്ഷെ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. എന്ന് പറയുന്നത് പോലെ എപ്പോഴും നന്ദി സ്വർഗം പ്രതീക്ഷിക്കുന്ന ഒരു സംഗതിയാണ്. നന്ദി പറയുക എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ദൈവിക കൃപയാണ്, ഒരു പുണ്യമാണത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 18-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സ് 18 പറയാണ്, ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. 10 കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചിട്ട്, അവർ പോകുന്ന വഴി സുഖം പ്രാപിച്ചിട്ട്, ആ പോകുന്ന വഴിക്ക് സൗഖ്യം പ്രാപിച്ചവർ വലിയ ആഹ്ലാദത്തോടുകൂടി അവരവരെ വ്യാപാരങ്ങളിലേക്ക് നടങ്ങിയപ്പോൾ
ഒരു വിജാതിയൻ മാത്രം തിരിച്ചു വന്ന കർത്താവിൻ്റെ കാൽക്കൽ വീണ് നന്ദി പറയുമ്പോൾ കർത്താവ് അതിനെ ഹൈലൈറ്റ് ചെയ്ത് ചുറ്റുകൾ പറയുക, ഈ വിജാതിയരല്ലാതെ ആ ഒരാൾക്ക് പോലും ഒരു വാക്ക് നന്ദി പറയാൻ തോന്നിയില്ലല്ലോ അല്ലേ? അവൾ എന്താണ്ടത്? സ്വർഗത്തിൻ്റെ പ്രതീക്ഷയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കൂടുതലൊന്നും വർദ്ധിക്കുന്നൊന്നുമില്ല. ദൈവത്തിന് ഇപ്പം നമ്മൾ നന്ദി കിട്ടിയിട്ടും പ്രത്യേകിച്ച് ആവശ്യമില്ല. പക്ഷേ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമാണത്. അവർക്ക് പറയാം ഹല്ലേലൂയ. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു ഹിതമാണ്. ആ ദൈവഹിതമാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. 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 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 18-ാം തിരുവചനം നമുക്കറിയാവുന്ന വചനമാണ്. നമുക്ക് ഒരുമിച്ച് അത് വായിക്കാം. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അതിന് മുകളിലത്തെ ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എപ്പോഴും സന്തോഷത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് എല്ലാ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല കാര്യം മോശം കാര്യം എന്നുള്ള വേർതിരിവില്ല. എല്ലാം ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ബി താങ്ക്ഫുൾ. ദൈവത്തോട് എപ്പോഴും ഒരു നന്ദിയുള്ള ഹൃദയം വേണം. കർത്താവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ് പണ്ട് നായിക്കമ്പലമലച്ചൻ്റെ ധ്യാന ശുശ്രൂഷകളിലൊക്കെ പണ്ട് ഞാൻ ചെറുതായ സമയത്തൊക്കെ പിന്നെ സംബന്ധിക്കുമ്പോഴും അച്ഛൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കാണ് അച്ഛൻ എപ്പോഴും ഇങ്ങനെ യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഇങ്ങനെ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് ഞാനിങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിരിക്കുന്നൊരു സംഗതിയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നന്ദി പറയണം. എൻ്റെ പറയാം, ഇത് ദൈവഹിതമാണ്, നമ്മളെ ദൈവഹിതമാണ്. അത് മാത്രമല്ല, ഇത് ദൈവഹിതം മാത്രമല്ല, നമ്മുടെ ഒരു കടപ്പാടാണത്. നമ്മുടെ ഒരു കടപ്പാടാണ് അങ്ങനെ പറയാന്ന് പറയുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. കടപ്പാടെന്ന് പറഞ്ഞാൽ എന്താ? കടപ്പാടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കാരണവന്മാർ പറയും, മോനെ പിന്നെ നമ്മുടെ കാലം കഴിഞ്ഞാലും ഇന്നയാളുടെ കാര്യം നോക്കണം, കാരണം അദ്ദേഹം നമ്മൾ അതുപോലെ സഹായിച്ചിട്ടുണ്ട്, നമുക്കൊരു കടപ്പാടുള്ള ഒരാളാണ്, ഞാൻ മരിച്ചാലും നീ അത് മറക്കരുത്, നമുക്ക് ആ ഒരു കടപ്പാട് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ പറയും. പറഞ്ഞേൽപ്പിക്കും. ചിലപ്പോൾ ഒരു സ്ഥാനം ഒഴിഞ്ഞു കഴിയുമ്പോൾ പറയും, ഇന്ന ആൾക്കാർ നമ്മൾ അതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്, അപ്പം നമുക്കൊരു കടപ്പാടുള്ളതാണ്, ഒന്ന് മനസ്സിൽ വെച്ചേക്കണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു കടപ്പാടാണിത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 13-ാം തിരുവചനം, 2 Thessalonians chapter 2:13. എന്നാൽ കർത്താവിൻ്റെ വാത്സല്യ ഭാജനങ്ങളായ സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോ ദൈവം നമുക്ക് ഒരു ജീവിത പങ്കാളിയെ തന്നു, ദൈവം നമുക്ക് മക്കളെ തന്നു. ആ മക്കളെ കർത്താവ് വിശുദ്ധിയിലും കൃപയിലും വളർത്തിക്കൊണ്ടിരിക്കുന്നു. ജീവിത പങ്കാളി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അല്ലേ? ഇതിനെല്ലാം ഓർത്ത് നന്ദി പറയാൻ കർത്താവിനെ മഹത്വപ്പെട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ. സുവിശേഷ വേല ചെയ്യുന്നവർ സുവിശേഷ വേലയിൽ അനേകരും മാനസാന്തരപ്പെടുന്നു, നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നു. കണ്ടോ, എല്ലാത്തരം നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്കുള്ളൊരു കടപ്പാട് എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയിൽ സീറോ മലബാർ ക്രമത്തിൽ, എല്ലാ കുർബാന ക്രമത്തിലും അതുകൊണ്ട്, എനിക്ക് സീറോ മലബാർ സഭ കുർബാന ക്രമം കൂടുതൽ പരിചയമുള്ളതായതുകൊണ്ട് അത് പറയുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ? എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി, എല്ലാ കാര്യങ്ങൾക്കുമായി നന്ദി പറയുക, ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. വിശുദ്ധ കുർബാനയെ പ്രാർത്ഥിക്കുകയാണ്, ബലിയായി അല്ലേ, കൃതജ്ഞത ബലിയായി അർപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുരോഹിതരെയൊക്കെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുമ്പോൾ നന്ദി പറയാൻ വേണ്ടി മാത്രം അങ്ങനെ നിയോഗിക്കുകയാണ്. ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. 1 Chronicles chapter 16:4. കർത്താവിൻ്റെ പേടകത്തിൽ ശുശ്രൂഷ ചെയ്യാനും കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനും അവിടത്തേക്ക് കൃതജ്ഞതയും സ്തുതിയും അർപ്പിക്കാനുമായി ദാവീദ് ലേവ്യരിൽ ചിലരെ നിയോഗിച്ചു. ഇപ്പോൾ ഒരു പുരോഹിതനെ നിയോഗിക്കുവാണ്, ശുശ്രൂഷ ചെയ്യണം, പിന്നെയോ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പോരാ, അവിടത്തേക്ക് എപ്പോഴും കൃതജ്ഞത, സ്തുതി അല്ലേ, ഇതെല്ലാം നന്ദി പറയുക, അത് പുരോഹിതൻ്റെ ഒരു കടമയാണ്. ബലിയർപ്പണത്തിലൂടെ അത് സംഭവിക്കുകയാണ്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത്, അവസാന കാലഘട്ടത്തിലെ മനുഷ്യരുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങരുത്. പ്രാർത്ഥനയിൽ എപ്പോഴും ഇത് കൂടുതൽ വരണം. നമ്മുടെ പ്രാർത്ഥനയിൽ നന്ദിയുടെ അളവ് കുറയരുത്, നന്ദി ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കണം. കൊലോസ്സസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 2-ാം തിരുവചനം, കൃതജ്ഞതാ നിർഭരരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവൻ. അതിനെ പഠിപ്പിക്കുകയാണ്. വലിയ കൃതജ്ഞതയോടെ ഉണർവോടെ നിരന്തരം പ്രാർത്ഥിക്കുവൻ. ആ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ വരേണ്ടത് നന്ദി പറയണം. യാചനകൾ നല്ലതാണ്, അപേക്ഷകൾ നല്ലതാണ്, എല്ലാം നല്ലതാണ്, പക്ഷെ നന്ദി കൂടുതൽ വരണം. പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും നന്ദി പറ. എഫേസ്യർ 5:20, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. എല്ലാ കാര്യത്തിനും കേട്ടോ, ഈ വാക്ക് എല്ലാറ്റിനും എന്നുള്ള വാക്ക് ആവർത്തിച്ച് വരിക. എപ്പോഴും എല്ലാറ്റിനും. അല്ല, അത് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. കർത്താവേ നന്ദി നന്ദി, ഇത് പറയാനല്ലാതെ ലൈഫിൽ നേരം ഉണ്ടാകരുത്. പറഞ്ഞു ഹല്ലേലൂയ. കൊളോസ്യസ് 3:17 വായിച്ചു നോക്കിയേ. കൊളോഷ്യൻ ചാപ്റ്റർ 3:17, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും, ചോദിച്ചു നോക്കിയേ, വാക്കാലോ പ്രവൃത്തി എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിനെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യും. അപ്പോൾ വാക്കുകൊണ്ടോ പ്രവൃത്തികളോണ്ടോ നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കൃതജ്ഞത അർപ്പിക്കാൻ തുടങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ കൃപകൾ ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ വർഷിക്കപ്പെടും. ഹല്ലേലൂയ. ആധ്യാത്മിക ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ വർഷിക്കപ്പെടും. വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ 1701 ഖണ്ഡിക, എൻ്റെ ഏറ്റവും ചെറിയ കൃപകളെ പ്രതി നന്ദിയുള്ളവളായിരിക്കുക, എന്തെന്നാൽ പുതിയ കൃപകൾ നൽകാൻ നിന്റെ കൃതജ്ഞത എന്നെ നിർബന്ധിക്കുന്നു. കമ്പൽ. ഈശോ പറയാണ്, ഞാൻ എന്ത് നിനക്ക് തന്നാലും, ചെറുതോ വലുതോ നീ നോക്കരുത്, ദൈവം തരുന്നെല്ലാം വലുതാണ്, നീ നന്ദിയുള്ളവളായിരിക്കുക. അപ്പോൾ എന്താണെന്നറിയാം, നീ നന്ദി പറയുന്തോറും പുതിയത് തരാൻ ഞാൻ നിർബന്ധിതനായി തീരും. പിന്നെ തരാതിരിക്കാൻ പറ്റിയല്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ അതിമനോഹരമായ പ്രാർത്ഥന രീതിയുണ്ട്. ആ രീതി നിങ്ങൾക്ക് പലരും ഉപയോഗിക്കുന്നതാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ സംഭവിച്ചു കഴിഞ്ഞതിനെ ഓർത്ത് വിശ്വാസത്തിൽ കണ്ട് കർത്താവിന് നന്ദി പറയണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിന് 41-ാം തിരുവചനം, അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗമാണ്. ലാസറിനെ ഉയർപ്പിച്ചിട്ടില്ല, ഉയർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ലാസറിനെ ഉയർപ്പിച്ചതിനെ ഓർത്ത് കർത്താവ് നന്ദി പറയുകയാണ്. അല്ലേ, ഈശോ നന്ദി പറയുകയാണ്. നമുക്ക് പെട്ടെന്ന് തോന്നും, അതെന്താ സംഭവിച്ചു കഴിഞ്ഞിട്ടല്ലേ പറയണ്ടേ? അല്ല, സംഭവിക്കുന്നതിന് മുമ്പേ സംഭവിച്ചതോർത്ത് നന്ദി പറയുക. ഞാൻ ഓർക്കാണ്, ബഹുമാനപ്പെട്ട സാംസൺ മണ്ണൂരച്ചൻ PDMലെ അച്ഛൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ സാക്ഷ്യം പറഞ്ഞ് ഓർക്കാണ്. അതിവിടെ കറക്റ്റാണ്, നിങ്ങൾ ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജിജോ പെരേപ്പാടൻ. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. കൊരട്ടി ഫൊറോന തിരുമുടിക്കുന്ന ഇടവക. അപ്പോൾ ഞാൻ കുറേ കൊല്ലങ്ങൾ വിദേശത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു ബിസിനസ് ഇവിടെ തുടങ്ങി. മൂന്നാർ ഒരു ടോപ്പ് സ്റ്റേഷൻ എന്ന സ്ഥലത്ത് ഒരു റിസോർട്ടൊക്കെ പണിയാൻ തീരുമാനിച്ചു. 5 കൊല്ലം കൊണ്ട് അത് പണി തീർത്തു. അത് കഴിഞ്ഞ് എൻ്റെ പരിപാടികൾ മാറി, ഞാൻ തിരിച്ച് വിദേശത്തേക്ക് പോകാനായിട്ട് കാത്തിരുന്നു. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് സ്ഥലത്താണ് ഇത് പണിതിരിക്കുന്നത്. ഭയങ്കര കുത്തനെ ഇറക്കമുള്ളൊരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ അത് വിൽക്കാനായിട്ട് 3 വർഷം കുറേ ട്രൈ ചെയ്തു. കണ്ടമാനം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, എന്നിട്ട് അത് വിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരിടയ്ക്ക് ഇവിടെ ഒരു ഫ്രൈഡേ കൺവെൻഷൻ ഇവിടെ വന്നു. ഞാനൊരു ബ്രദറുമായിട്ട് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു, ജിജോ, അത് ആ റിസോർട്ട് വിറ്റ് പോയതായിട്ട് കരുതുക, എന്നിട്ട് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഞാൻ ആദ്യം അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അതെന്തെങ്കിലും ഇങ്ങനെ പറയണത്, അത് വിറ്റിട്ടില്ലല്ലോ, അത് ഇത്രയും നാളായിട്ട് വിൽക്കാണ്ട്. പിന്നെ അത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും ആ വിശ്വാസത്തിൽ അതിൽ നമ്മളത് ദൃഢമായിട്ട് വിശ്വസിച്ച് നന്ദി പറയാൻ തുടങ്ങി ഞാൻ. അങ്ങനെ ചുരുക്കം എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെ നടന്നു. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത്, തമിഴ്നാട് ബോർഡറിൻ്റെ സൈഡിൽ ഒരു മാലാകെ ഇറങ്ങി വന്ന് സ്ഥലം വാങ്ങുന്ന പോലെ ഒരാൾ വന്ന് അത് വാങ്ങിച്ചു. 3 മാസത്തിനുള്ളിൽ അതിൻ്റെ വിൽപ്പന നടന്നു. ഓക്കെ, ഇതാണ് അത്ഭുതം. അപ്പോൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു, എൻ്റെ ഈ സ്ഥലം വിറ്റതിന് കർത്താവേ ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഒരു ബ്രദറിനെ കിട്ടിയ ഒരു ഇൻസൈറ്റാണ്,
ജിജോ ഇത് എങ്ങനെ പ്രാർത്ഥിക്കും, ഈ സ്ഥലം എല്ലാം വിറ്റ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞ് ഈശോയ്ക്ക് പറഞ്ഞ് പോകാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം അതൊരു സംശയം തോന്നിയെങ്കിലും പിന്നെ അതങ്ങനെ പ്രാർത്ഥിച്ചു. ചുരുങ്ങിയത് അല്ലേ 3 പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ട് അങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒട്ടം തന്നെ വിറ്റു അല്ലേ? അതെ, 3 മാസത്തിനുള്ളിൽ അത് വിറ്റു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മാസത്തിനുള്ളിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയുള്ള സ്ഥലം ദൈവദൂതനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് കർത്താവ് ആ സ്ഥലം എടുപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കിക്കേ, വചനത്തിൽ പറയുന്ന കാര്യം ജീവിതത്തിൽ സാക്ഷ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, അതങ്ങ് ഉറപ്പിക്കുകയാണത്. അപ്പം അതുകൊണ്ട് എല്ലാത്തിനും നന്ദി പറയണം. പിന്നെ വാക്കാൽ പറ എന്ത് ചെയ്ത് അത് മാത്രമല്ല, സംഭവിച്ച് കഴിഞ്ഞതിനെ ഓർത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന് നന്ദി പറയാം. ഇനി നന്ദി പറഞ്ഞില്ലെങ്കിലോ അതാണ് പ്രശ്നം. അതാണ് കൃതജ്ഞനായ മനുഷ്യൻ അവസാന കാലത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, റോമ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തി അവിടുത്തെ നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. അപ്പം നന്ദി പറയാതിരുന്നാൽ സംഭവിക്കുന്ന അന്ധകാരത്തിൽ ആണ്ടുപോവുക, പാപത്തിൽ ആണ്ടുപോവുക. അന്ധകാരത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്ന മദ്യപാനം, സുഖലോലുപത, ജീവിത വ്യഗ്രത എന്നൊക്കെ പറയുന്ന അന്ധകാരത്തിന്റെ പ്രവർത്തികളിലേക്ക് ഒരു വ്യക്തി ആണ്ടുപോകും, ജഡിക പാപത്തിലേക്ക് ആണ്ടുപോകാം. ദൈവത്തിന്റെ നന്ദിയും മഹത്വവും പറഞ്ഞില്ലെങ്കിൽ ഇത് നമ്മുടെ കടമയാണ്, ഇത് നമ്മുടെ ദൗത്യമാണ്. Praise the Lord. Praise the Lord. അതുകൊണ്ട് തോബിത്തിന്റെ പുസ്തകത്തിൽ വലിയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മാലാഖ ഓർമ്മിപ്പിക്കുക, വേഗം പോയി മര്യാദക്ക് നന്ദി പറയുക വച്ചേ എന്ന് പറഞ്ഞിട്ട് തോബിത്ത് അവിടുത്തെ ഉപയാസം അതെല്ലാം ഓർമ്മിക്കുകയാണ്. തോബിത്തിന്റെ പുസ്തകം 12:6 ദൂതൻ 2 പേരെ രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുക, അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെ മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്ന ഉചിതമത്രേ. അവിടുത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്, സാക്ഷ്യം പറയാൻ അമാന്തമരുത്. പബ്ലിക്കായിട്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും നന്ദി പറയാൻ ലജ്ജ കാണിക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാന കാലഘട്ടത്തിലുള്ള നല്ല മനുഷ്യരുടെ സ്വഭാവമാണ് ഒരുപാട് നന്ദി പറയുന്നവരായിട്ട് മാറും. ആ ഒരു കൃപയിലേക്ക് ഈശോ നമ്മളെ വിളിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന് മുമ്പിൽ വലിയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കായിരിക്കാം. ബൈബിളിൽ കർത്താവ് അരുളി ചെയ്ത പ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ആ വചനങ്ങളാണ് വാസ്തവത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ. അതുപോലെ ദൈവത്തിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ ചുരിയും. ഈ സമയത്ത് കുറേ സമയം കർത്താവിന് നന്നായിട്ട് സ്തുതിച്ച് അങ്ങ് നന്ദി പറയുകയാണ്. എല്ലാവരും നന്ദി പറയുകയാണ്, എല്ലാവരും സ്തുതിക്ക് നന്ദി പറയുകയാണ്. കർത്താവിൻ്റെ സ്തുതിപ്പുകൾ ആരംഭത്തോടെ കർത്താവിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവായ ദൈവമേ, ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും നന്ദി പറയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ ദൈവം നടത്തി തന്നത് കർത്താവ് നടത്തി തരാതിരുന്നതിനെ ഓർത്തും കൂടെ നന്ദി പറയുക. എല്ലാത്തിനും നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. കാര്യങ്ങൾ നന്നായി ഉയരട്ടെ, സ്വരം നന്നായി ഉയരട്ടെ, ഹൃദയം നന്നായി തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ഡയറിയിൽ വെളിപ്പെടുത്തിയ കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഓ ദൈവമേ, നന്ദി പറയുമ്പോൾ പുതിയ പുതിയ കൃപകൾ വർഷിക്കപ്പെടും. കർത്താവെ, അത് ബൈബിൾ അധിഷ്ഠിതമാണല്ലോ കർത്താവെ. അതുകൊണ്ട് അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ദാവീദിനെ പോലെ ധൈര്യപ്പെടുകയാണ്. അങ്ങ് വാഗ്ദാന പ്രകാരം പുതിയ കൃപകൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. കർത്താവെ, ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും നന്ദി പറയാനുള്ള കൃപ വർഷിക്കണമേ. കർത്താവെ, സംഭവിക്കുന്നതിന് മുമ്പേ സംഭവിച്ച കാര്യങ്ങൾ കർത്താവെ അതിനെ ഓർത്ത് മുൻകൂട്ടി കണ്ട് നന്ദി പറയാൻ കൃപ നൽകണമേ. ഹല 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 ഹല. കർത്താവെ, കൃപകൾ വർഷിക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ. കർത്താവെ, ഈ നന്ദി പറഞ്ഞ് സ്തുതിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവേ, സഭാപിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഒട്ടും വർദ്ധിക്കുന്നില്ല, മറിച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും കൃപകൾ കൊണ്ട് നിറയപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ അത്തനീഷത് പറഞ്ഞ ആ വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. കർത്താവേ, കൃപകൾ നിറയ്ക്കണമേ, അനുഗ്രഹം നൽകണമേ, രോഗശാന്തികൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, അടയാളങ്ങൾ ഉണ്ടാകട്ടെ, പൈശാചിക ശക്തികൾ വിട്ടുമാറട്ടെ, തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. നന്ദി പറയുന്ന ഓരോരുത്തരും കർത്താവെ കടാക്ഷിക്കണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഹല 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 ഹല.
എൻ്റെ ഈശോയേ. ഹല, ഹല, ഹല.